അപ്പോൾ ഇതാ വൈകുന്നേരത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് രാത്രിക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിക്കോളാം, നീ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കോന്ന്. ഏറ്റവും മടിയുള്ള ദിവസമാണ് കേട്ടോ ഈ നെയ്ച്ചോറ് എന്നുള്ള എളുപ്പപ്പണി നമ്മൾ എടുക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നത് തേങ്ങരച്ച മുട്ടക്കറിയും. അപ്പോൾ ഉമ്മാക്ക് മുട്ടക്കറിക്കുള്ള തേങ്ങയെല്ലാം ചിരകി കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറിനുള്ള അരിയെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ കുക്കർ വെച്ചിട്ട് നെയ്ച്ചോറിനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ വെച്ച് എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വാടാനിട്ടീന് കേട്ടോ. അപ്പത്തിന് തന്നെ വേഗം അരി കഴുകി വെച്ചിട്ട് എല്ലായിടത്തും നെയ്ച്ചോറ് ഉണ്ടാക്കുക പറഞ്ഞെങ്കിൽ അതിൽ പട്ടിയും കറാമ്പും പിന്നെ ചിലയിടത്തെല്ലാം ചെട്ടും ക്യാരറ്റെല്ലാം ഇടലുണ്ട് കേട്ടോ. പക്ഷെ ഞാനിവിടെ ഒന്നും ഇടാറില്ല. അതുപോലെ തന്നെ ഇവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിലും ആരും അങ്ങനെ അധികം കഴിക്കാറില്ല കേട്ടോ ചോറ്. അപ്പോൾ വെറും എണ്ണയിലാക്കിയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ആക്കൽ. പുറത്തുനിന്ന് കുടുംബക്കാരെങ്കിലും വന്നിരുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ ചെട്ടും ക്യാരറ്റെല്ലാം ഇടുള്ളൂ. ഇല്ല നമ്മൾ പെരക്കത്തെ ആൾക്കാർ തന്നെയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റും പട്ടിയും കറാമ്പും ഒന്നും ഇടാറില്ല കേട്ടോ. വെറുതെ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉള്ളി വാട്ടിയിട്ട് അതിക്ക് വെള്ളം ഒഴിച്ചിട്ട് അരിയിടലാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അതാ കുക്കർ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ അരക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ കറിക്ക് ഉള്ളി തക്കാളിയെല്ലാം മുറിച്ചിട്ട് വാട്ടാൻ നിന്നതിന് അപ്പോൾ ഞാൻ അതിക്ക് വേണ്ട തേങ്ങ നേരത്തെ ചിരകി വെച്ചിന് കേട്ടോ. പിന്നെ ഇത് അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തേങ്ങൻ്റെ കൂടെ ഒരു കഷ്ണം ഉള്ളിയും പിന്നെ ഒരു 3-4 പോണ വെളുത്തുള്ളി ഇട്ട് വലിയ ജീരകം കുറച്ച് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിവിടെ മുട്ടക്കറിക്ക് തേങ്ങ അരക്കൽ. അപ്പോൾ പുഴുങ്ങിയ മുട്ടയല്ല, മുട്ട പൊരിച്ചിട്ട് അത് കഷ്ണാക്കി പിച്ച് ഇടലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടി മസാലപ്പൊടികളെല്ലാം ഇട്ടീന് കേട്ടോ. പിന്നെ തേങ്ങ അരച്ചൊഴിച്ച് പിന്നെ അതിലേക്ക് മുട്ട പൊരിച്ചിട്ട് ഇടേണ്ട പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഉമ്മ ഇതാ ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പത്തിന് ഞാൻ അവിടെ നെയ്ച്ചോർക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ള പണിയാണ് കേട്ടോ ഈ ഫുഡ് ഉണ്ടാക്കുക പറയുന്നത്. ബാക്കിയുള്ള എല്ലാ പണികളും എങ്ങനെയെങ്കിലെല്ലാം തട്ടിമുട്ടി എടുത്തിനെന്നുണ്ടെങ്കിലും ഈ ഫുഡ് ഉണ്ടാക്കണതിൽ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, അതിനോടൊരു ഇഷ്ടമൊന്നുമില്ല. എന്നാലും എങ്ങനെയെങ്കിലെല്ലാം വെച്ചുണ്ടാക്കി പോകണല്ലേ വിചാരിച്ചിട്ട് ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ കൂടെ അടുക്കളയ്ക്ക് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് എണീക്കുമ്പോൾ തന്നെ ഭയങ്കര നേരമായി. ചായ കുടിയെല്ലാം കഴിയുമ്പോൾ തന്നെ നല്ല ലേറ്റായിന് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പണി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ കറി ഉണ്ടാക്കാനും ഞാൻ ചോറുണ്ടാക്കാനും നിന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും ഓരോ പണിയെടുത്താൽ വേഗം തന്നെ പണി തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ ചോറും കറിയെല്ലാം ആയപ്പോൾ ഞാൻ വെക്കാൻ പോകുകയാണ് കേട്ടോ. കുറച്ച് ചോറും ഇട്ട് പിന്നെ അതുപോലെ തന്നെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതാ ഒരു പപ്പടം എടുത്ത് അതുപോലെ തന്നെ മുട്ടക്കറി ഒഴിച്ചിട്ട് തിന്നാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് എനിക്ക്. പക്ഷേ ഈ തേങ്ങ അരച്ച് ആക്കണേനായിട്ടും എനിക്ക്